ദൃശ്യം 3 ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസ് തൂക്കിയിരിക്കുകയാണ്. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ഡ് കളക്ഷനായിട്ട് ദൃശ്യം 3 നേടിയിരിക്കുന്നത് 9,87,00,000 രൂപയാണ്. 6 ലക്ഷത്തിനടുത്തുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഇന്ന് വിറ്റുപോയത്. ഇന്നത്തെ ഫൈനൽ കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത് 11.5 കോടിയാണ്. ദൃശ്യം 3യുടെ നാളത്തെ പ്രീസെയിൽ വന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ചയിലത്തെ പ്രീസെയിൽ 5 കോടി കടന്നിരിക്കുകയാണ് സിനിമ. പ്രീസെയിലൂടെ ആദ്യ ദിനം 35 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഫാൻ ഷോ ഉൾപ്പെടെ 8,52,00,000 രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 1,80,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 76 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 1,34,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 72 ലക്ഷം രൂപയുമാണ് ചിത്രം നേടിയിരിക്കുന്നത്. ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് 13,14,00,000 രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 22 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയിരിക്കുന്നത്. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് അങ്ങനെ 35,27,00,000 രൂപയാണ് ചിത്രം നേടിയിട്ടുള്ളത്. ആദ്യ ദിനം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 55 കോടിയിലേക്ക് ചിത്രം എത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിറന്നാൾ ദിനത്തിൽ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് ലാലേട്ടൻ എത്തുകയാണ്. നിരവധി റെക്കോർഡുകളാണ് ഇതിനോടകം തന്നെ ദൃശ്യം 3 തൂക്കിയിരിക്കുന്നത്. ഓൾ ടൈം ഹയസ്റ്റ് തെലുഗു ഡബ്ഡും സിനിമയായിട്ട് മാറിയിരിക്കുകയാണ് ദൃശ്യം 3. ആദ്യ ദിനം തന്നെ ട്രാക്ഡ് ആയിട്ട് ഹയസ്റ്റ് ഒക്യുപ്പൻസി നേടിയ ചിത്രവുമായി മാറിയിരിക്കുകയാണ് ദൃശ്യം 3. 2,500 മുകളിലുള്ള ഷോസാണ് കേരളത്തിൽ ചാർട്ട് ചെയ്യപ്പെട്ടത്. സെക്കൻഡ് ഹയസ്റ്റ് കേരള ആൻഡ് വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനുള്ള മലയാളം മൂവിയായി മാറിയിരിക്കുകയാണ് ദൃശ്യം 3. ബിഗ്ഗസ്റ്റ് എവർ റിലീസ് ഇൻ ഓവർസീസ്. അതുപോലെ ആദ്യ ദിനം തന്നെ ബുക്ക് മൈ ഷോയിലൂടെ 40,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ പെർ അവറിൽ വിറ്റുപോയ ആകെയുള്ള മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് ദൃശ്യം 3. ഇനിയും മികച്ച റെക്കോർഡുകൾ വാരിക്കൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇപ്പോൾ തന്നെ വലിയ റെക്കോർഡുകളാണ് നേടിയിരിക്കുന്നത്. ലാലേട്ടൻ്റെ ജോർജ് കുട്ടി എന്ന കഥാപാത്രം മലയാളികൾ ഏറ്റെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ദൃശ്യം 3 കണ്ടത് എന്നുള്ള കാര്യങ്ങൾ കമൻസിലൂടെ പറയണേ. കൂടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.